അതെ, ഇപ്പോൾ വി കെ പ്രശാന്ത് ശ്രീലേഖ ചർച്ചയാണ്. ശ്രീലേഖ അവിടെ എത്തിയിട്ടുണ്ട്. ഓഫീസിലേക്ക് എത്തി പെട്ടെന്ന് പോവാണോ? ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഒരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. ഞാൻ അഭ്യർത്ഥിച്ചെന്നേ ഉള്ളൂ. പ്രശാന്ത് ഇനി 3 മാസമോ 4 മാസമോ ഇരിക്കുന്നതിൽ എനിക്ക് ഇരിക്കുന്നില്ല. ഞാൻ പക്ഷേ ഇവിടെ എൻ്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കുന്നു. അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. അത്രയും മാത്രം മതി. ഇതുണ്ടല്ലോ, ഹാപ്പി ആയില്ലേ എല്ലാവരും? ഇനി പോവാം. ഞാനും എന്റെ ആൾക്കാർ വരാതിരിക്കാൻ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. ശ്രീലേഖ അവിടെ വന്ന് പ്രശാന്തിനെ ചേർത്ത് നിർത്തി. ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല, ഞാൻ പ്രശാന്തിനെ മോനെ എന്നാണ് വിളിക്കാറ്, സഹോദര തുല്യനാണ് എന്നൊക്കെ നേരത്തെ പറഞ്ഞു ശ്രീലേഖ. അപ്പോൾ അത് ഒരു പ്രശ്നവുമില്ല. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം, അതിന്റെ അധികാരം ആദ്യം സംഘപരിവാറിന് തീരെഴുതി കൊടുത്തു. ഇപ്പോ വി കെ പ്രശാന്ത് എന്ന് പറയുന്ന സഖാവ് MLA ഓഫീസും ആർ ശ്രീലേഖ എന്ന് പറയുന്ന സംഘിണിയുടെ ഓഫീസും ഒരുമിച്ച് ഒരു മുറിയിൽ പങ്കിട്ട് പ്രവർത്തിക്കാനാണ് തീരുമാനം. എന്ന് പറഞ്ഞാൽ സംഘി ഏതാ സഖാവേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അതിനുള്ള ഉദാഹരണങ്ങളെ കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടെ വരെ ചെന്നെത്തി നിൽക്കുന്നു. ആദ്യം മേയറുട്ടിയ അവാർഡാ, എവിടുന്ന്? ലണ്ടനിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഒക്കെ അവാർഡുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ജനം കൊടുത്തതോ മുഖത്ത് കരണം പുകച്ചുള്ള അടി ജനം കൊടുത്തു. മേയറുട്ടിയും ഇല്ല, കീറൂട്ടിയും ഇല്ല. ഇപ്പൊ ആരാ ഉള്ളത്? ഇപ്പൊ സഖാവല്ല, സംഘിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം സഖാക്കൾ ഇഷ്ടദാനം നൽകി സംഘപരിവാറിന്. സഖാക്കള് ഇഷ്ടദാനം നൽകി സംഘപരിവാറിന്. അത് കഴിഞ്ഞപ്പോ അടുത്ത എന്താ പരിപാടി? സഖാവായിട്ടുള്ള പ്രശാന്തിന്റെ MLA ഓഫീസ്. ആ MLA ഓഫീസും സംഘിണി, നല്ല ഒന്നാന്തരം വർഗീയവാദി, വിഷം മാത്രം തുപ്പിക്കൊണ്ടിരിക്കുന്ന സംഘിണി. ആ സംഘിണി കൗൺസിലർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ ശ്രീലേഖ. ആ ശ്രീലേഖക്കും പ്രശാന്തിനും ഒരു മുറി. ഓഫീസ് എന്ന് പറയുന്നത് ഒറ്റ മുറിയിലാണ്. ഇനി പരസ്യമായിട്ട് ഇത്രകാലം അന്തർധാരയായിരുന്നുവെങ്കിൽ, അൺഹോളി നെക്സസ് ആയിരുന്നുവെങ്കിൽ, പൊളിറ്റിക്കൽ നെക്സസ് ആയിരുന്നുവെങ്കിൽ, രാഷ്ട്രീയ അന്തർധാര സജീവമായിരുന്നുവെങ്കിൽ, ഇനി ഇതൊക്കെ പരസ്യമായിട്ട് കൊണ്ടുപോകാനാണ് സഖാക്കളും സംഘപരിവാരവും തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിന്റെ പൊതുസമൂഹം പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചതാണ് സംഘപരിവാറിനെ. ഈ കേരളത്തിന്റെ മണ്ണ് സംഘപരിവാറിന് വളക്കൂറുള്ള മണ്ണല്ല എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം പറഞ്ഞതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ തൃശ്ശൂർ കോർപ്പറേഷൻ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം, ആ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ടർമാർ ഇപ്രാവശ്യം അവിടെ ഇല്ല, കാണാനില്ല എന്ന് പറഞ്ഞാൽ SIRന്റെ എന്യൂമറേഷൻ ഫോം, ആ ആളുകൾ വോട്ടർമാർ എന്ന് പറയുന്ന ആളുകളുടെ ഫോട്ടോയും എപിക് നമ്പറും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ SIRന്റെ എന്യൂമറേഷൻ ഫോം അവിടെ ചെല്ലുമ്പോൾ ഓരോ ബൂത്തുകളിൽ നിന്നും കാണാതാവുന്നത് 400, 500, 300 ഒക്കെ ആളുകളെയാണ്. ഇതേ സംഭവ വികാസം എവിടെ ഉണ്ടാകുന്നു? തിരുവനന്തപുരത്തും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകൾ BJP കേന്ദ്രങ്ങൾ വിജയിച്ചു കയറിയ, BJPയുടെ കൗൺസിലർമാർ വിജയിച്ചു കയറിയ ബൂത്തുകളിൽ, വാർഡുകളിൽ ഒക്കെ ഈ SIRമായി ചെല്ലുമ്പോൾ ഓരോ ബൂത്തുകളിൽ നിന്നും അജ്ഞാതരാവുന്നത്, കാണാതെയാവുന്നത്, കണ്ടെത്താൻ കഴിയാതെ വരുന്ന വോട്ടർമാരെന്ന് പറയുന്നത് ആ ബൂത്തുകളിൽ BJPക്ക് കിട്ടിയ ആകെ വോട്ടിന്റെ എണ്ണത്തെയാണ് കാണാൻ കഴിയാതെ വരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് ജനാധിപത്യ പ്രക്രിയയിലൂടെയാണോ ഇവർ അധികാരത്തിലെത്തിയത്? ഒരിക്കലുമല്ല. നമ്മൾ ഹരിയാന ഫയൽസും ബീഹാർ ഫയൽസും മഹാരാഷ്ട്ര ഫയൽസും ഒക്കെ നമ്മൾ കണ്ടു. ഒറിജിനൽ ഇപ്പൊ നമ്മൾ കേരള ഫയൽസ് കാണുക, തിരുവനന്തപുരം ഫയൽസ്, തൃശ്ശൂർ ഫയൽസ് എല്ലാം അന്തർധാരകളായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അന്തർധാരകളല്ല, ഇനി എല്ലാം പരസ്യമായിട്ട്
ഈ കൂട്ടിക്കൊടുപ്പ് ഇനി പരസ്യമായിട്ട് നടുറോട്ടിൽ വെച്ച് കൂട്ടിക്കൊടുപ്പ് നടത്തും. സഖാക്കളും സംഘികളും ഒരുമിച്ച് ലയിച്ച് 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 അവസാനം സംഘാവായി പരിണമിച്ചിരിക്കുന്നു. ഇപ്പോ ഇവരാരെയാ വെല്ലുവിളിക്കുന്നത്? കേരളത്തിന്റെ പൊതുസമൂഹത്തെയാണ് വെല്ലുവിളിക്കുന്നത്. കേരളത്തിന്റെ പൊതുസമൂഹത്തെയാണ് വെല്ലുവിളിക്കുന്നത്. സഖാവ് പിണറായി വിജയനും സഖാക്കളും ചെയ്തു കൊടുത്ത ഇഷ്ടദാനം നൽകിയ തിരുവനന്തപുരം കോർപ്പറേഷൻ, അതിന്റെ ഭരണം, അത് ഒരു ഇഷ്ടദാനമല്ലായിരുന്നുവെങ്കിൽ അവിടെ ഒരിക്കലും ഈ പറയുന്ന BJPക്ക് അധികാരത്തിലെത്താൻ കഴിയുമായിരുന്നില്ല. ഷുവർ, നോ ഡൗട്ടാണതിൽ. അത്രയും ആളുകളെയാണ് ഓരോ ബൂത്തുകളിൽ നിന്നും വെട്ടിമാറ്റപ്പെടുന്നത്. അത്രയും ആളുകളെയാണ് വെട്ടിമാറ്റപ്പെടുന്നത്. എന്താ കാര്യം? എങ്ങനെ വരുന്നു? അത്രയും ആളുകളെയാണ് വെട്ടിമാറ്റപ്പെടുന്നത്. ഇത് നമ്മൾ തിരുവനന്തപുരത്ത് മാത്രമാണോ? തൃശ്ശൂരിൽ മാത്രമാണോ? BJPയുടെ ഈ SIR വന്നത് കൊണ്ടുണ്ടായ ഉപകാരം എന്താണ്? എങ്ങനെയാണ് BJP അധികാരത്തിലേക്ക് നടന്നു കയറുന്നത് എന്ന് നമുക്ക് കേരളത്തിൽ തന്നെ അതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ SIR-ഉമായിട്ട് ഏറ്റവും കൂടുതൽ അജ്ഞാത വോട്ടർമാരുണ്ടായ ബൂത്തുകൾ എന്ന് പറയുന്നത് BJP കേന്ദ്രങ്ങളാണ്. BJP കേന്ദ്രങ്ങൾ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളാണ്. അത് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും മാത്രമല്ല, പാലക്കാട് നമ്മൾ കണ്ടു, മഞ്ചേശ്വരത്ത് നമ്മൾ കണ്ടു. ഈ SIR കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്ക്. 25 ലക്ഷം വോട്ടർമാരിൽ അധികമാണ് ആളുകളാണ് അജ്ഞാതരും കണ്ടെത്താൻ കഴിയാത്തവരുമായിട്ടുള്ളത്. അത്രയും ആളുകളിൽ അതിന്റെ മഹാഭൂരിപക്ഷവും BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ബൂത്തുകളാണ്. എങ്ങനെയാണത് അങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ആ പ്രതിഭാസം കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവണം. എവിടെയും ഇല്ലാത്ത ഈ ഒരു പ്രതിഭാസം BJP ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം എങ്ങനെയാണ് ഇത്രയധികം വോട്ടർമാർ? എല്ലായിടത്തും വോട്ടർമാരെ വെട്ടിപ്പോയിട്ടുണ്ട്. അതിൽ സാധാരണഗതിയിൽ സാധാരണ ബൂത്തുകളിലൊക്കെ വെട്ടിപ്പോയത് മരണം സംഭവിച്ച ആളുകൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് താമസം മാറിയ ആളുകൾ, ഷിഫ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷെ അജ്ഞാതരായിട്ട്, അതും അവരൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് BJP ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താ. ഇത് ശക്തി കേന്ദ്രങ്ങളാണോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ലേ, BJP അല്ലെങ്കിൽ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലേക്ക് അധികാരത്തിൽ വരുമ്പോൾ, സംഘപരിവാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ, കോർപ്പറേഷനിലേക്ക് അധികാരത്തിൽ എത്തുമ്പോൾ ഇത്രമാത്രം സംഘപരിവാറുകാരുണ്ടോ എന്ന്? ഇല്ല എന്നുള്ളതാണ് ഇതിന് യാഥാർത്ഥ്യം. അപ്പൊ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച് കയറുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മാത്രം പുതുതായി ചേർക്കപ്പെട്ട വോട്ടുകളുടെ എണ്ണം 1,25,000. ആ വോട്ടർമാരെ ഒന്നും ഈ SIR-ന്റെ എന്യൂമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാൻ അവിടെ കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ പാലക്കാട്ടെ വടക്കാന്തറ, മൂക്കാന്തറ, ശ്രീരാമപാളയം പോലെയുള്ള BJP ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയപ്പെടുന്ന ബൂത്തുകളിൽ നിന്ന് ഓരോ ബൂത്തുകളിലും ആകെയുള്ള വോട്ടുകൾ 600ഉം 700ഉം വോട്ടുകളാ. അതിൽ നിന്ന് 300ഉം 400ഉം മാത്രമല്ല 400ഉം 450ഉം 500ഉം വോട്ടുകളാണ് ഓരോ ബൂത്തുകളിൽ നിന്നും അജ്ഞാതരായിട്ട് കാണാതെ പോകുന്നത്. അപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യം ദാനം നൽകി, ഇഷ്ടദാനം. പിണറായി വിജയൻ എഴുതി വെച്ചു ഇഷ്ടദാനമായിട്ട്. ആർക്ക്? സംഘപരിവാറിന്. അത് കഴിഞ്ഞ് ഇപ്പൊ VK പ്രശാന്തനും R ശ്രീലേഖക്കും കൂടിയിട്ട് ഒരൊറ്റ മുറി, അതാണ് MLA ഓഫീസുമാണ്, കൗൺസിലറുടെ ഓഫീസുമാണ്, സഖാവിന്റെ ഓഫീസാണ്, സംഘിണിയുടെ ഓഫീസാണ്. സംഘിണിക്കും സഖാവിനും ഒരേ ഓഫീസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതാണോ ജനാധിപത്യം? ജനാധിപത്യം ഇതാണോ? എങ്ങനെ ജനാധിപത്യമാവും? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ആളുകള്, ഒരു പ്രദേശത്തെ ആളുകള്, ഒരു സംസ്ഥാനത്തെ, ഒരു ജില്ലയിലെ ആളുകള് അവര് വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന വ്യക്തി. ഈ പറയുന്ന BJP വിജയിച്ചു എന്ന് പറയുന്ന കേന്ദ്രങ്ങളിലൊക്കെ അജ്ഞാത വോട്ടർമാരാണ് പകുതിയിലേറെ വോട്ടേഴ്സ് ലിസ്റ്റിൽ. അപ്പോൾ അത് ജനാധിപത്യമാണോ? അല്ല. പിന്നെ എന്താണ്? അന്തർധാരയായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ. എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള ധാരണകളും അജണ്ടകളും ഒക്കെ നടപ്പിലാക്കലായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് എന്തായി മാറി? അത് പരസ്യമായിട്ട് നടുറോട്ടിൽ നിന്നുകൊണ്ട് കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന രാഷ്ട്രീയത്തിലേക്ക്, പൊളിറ്റിക്കൽ പിമ്പിങ്ങിലേക്ക് സംഘപരിവാരവും സഖാക്കളും എത്തിച്ചേർന്ന് നിൽക്കുന്നു.
ഇതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. നമ്മളെ ഈ കേരളത്തിന്റെ പ്രബുദ്ധരായ ജനങ്ങളെ നോക്കിയിട്ടാണ് എന്നിട്ട് ഇവരിങ്ങനെ വിളിച്ച് കാട്ടുന്നത്. സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കുക, പിണറായി വിജയൻ മകൾക്കും മകൻക്കും വേണ്ടിയിട്ട് വഴിവിട്ട് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോ അത് സംഘപരിവാർ ചോദ്യം ചെയ്യാതിരിക്കാൻ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന RSS പ്രചാരകായിട്ട് പിണറായി വിജയൻ മാറുക. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിണറായി വിജയൻ ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുക്കുക സംഘപരിവാറിന്. എന്നിട്ട് അത് കഴിയുമ്പോൾ സഖാവ് MLA സഖാവിനും സംഘിണി കൗൺസിലർക്കും കൂടി ഒറ്റമുറി ഓഫീസ് എല്ലാം പങ്കുവെക്കുകയാണ്. പങ്കുവെച്ച് അധികാരം പങ്കുവെച്ച് ജനങ്ങളെ നോക്കി പല്ലിളിക്കുകയാണ് സംഘപരിവാരവും സഖാക്കളും ചേർന്നിട്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും അന്തസ്സിന്റെയും രാഷ്ട്രീയത്തിന്റെയും ക്ലാസ് എടുക്കുമാര് പിണറായി വിജയൻ എന്ന് പറയുന്ന നെറികെട്ട ഭരണാധികാരി. യാതൊരു നെറിവില്ലാത്ത, ഒരു മര്യാദയും കാണിക്കാത്ത, നെറികേടുകൾ മാത്രം കൈവശമാക്കിയ കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട ഭരണാധികാരിയാണ് പിണറായി വിജയൻ. സംഘപരിവാറിന് കൂട്ടിക്കൊടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ.